കരുണയുടെ വിശുദ്ധ വർഷമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കരുണയുടെ പിൽഗ്രിം ചർച്ചായിട്ട് നമ്മുടെ ദേവാലയവും പ്രഖ്യാപിക്കപ്പെട്ടു. അത് ദൈവാനുഭവത്താൽ വളരെ അനുഗ്രഹപ്രദമായ ഒന്നായിരുന്നു. ഇന്ന് അത് അവസാനിക്കുകയാണ്. കരുണയുടെ വാതില് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അത് ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രയത്നിച്ച തലപ്പുറത്തെ ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിലെ മുഴുവൻ സമയവും എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരം ഒരുക്കിയിരുന്നു. ആ ദിവസങ്ങളിൽ ഓരോ മാതൃകാരും അതുപോലെ തന്നെ മാതൃജ്യോതി അംഗങ്ങളും അത് വളരെ നന്നായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വരികയുണ്ടായി. ഈ അവസാനിക്കുന്ന നിമിഷങ്ങളിൽ ഇതിൽ നമ്മുടെ ഡോർ ക്രിസ്തുമൊക്കെ വൃത്തിയാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, അതുപോലെ തന്നെ ഇന്നലെ മാതൃജ്യോതി എല്ലാവരും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. എല്ലാവരെയും നമ്മൾ ഈ റോക്ക് മേഴ്സി ഏറ്റവും വിശുദ്ധമായിട്ട് കൊണ്ടാടുവാനായിട്ട് വെള്ളിയാഴ്ച മുതൽ നമ്മുടെ ദേവാലയത്തിലെ റിട്രീറ്റ് നടത്തുകയുണ്ടായി. ആ റിട്രീറ്റിന് നേതൃത്വം വഹിക്കുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ തോമസ് പോളിനെ ഈ 3 ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നമുക്ക് പങ്കുവെച്ച് തരികയുണ്ടായി. തോമസ് പോൾ ഏതാണ്ട് നൂറ്റാണ്ട് കാലമായിട്ട് വചന പ്രഘോഷണ രംഗത്ത് വളരെ വിശ്വസ്തയോടും അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ചിന്തകൾ പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ബ്രദർ തോമസ് പോളിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മളിവിടെ ആരംഭിച്ച ആ നിമിഷം മുതൽ ഇന്നലെ രാവിലെ തൊട്ട് രാത്രി വരെയും ഇന്നും രാവിലെ മുതൽ നമ്മുടെ ഏറ്റവും വലിയ കരുണയുടെ വേദിയായ വിശുദ്ധ ഉപസ്ഥാനം കേൾക്കുവാനായിട്ട് വസ്തുത്തില് ഒത്തിരി അകലെ 5.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. ബഹുമാനപ്പെട്ട ജോസച്ചൻ ഒരു മടുപ്പും കൂടാതെ എത്ര പേരുണ്ടെങ്കിലും എത്ര സമയം വേണമെങ്കിലും ആ വിശുദ്ധ കുംഭാസ്ഥാനം കേൾക്കുവാനായിട്ട് ഈശോയുടെ സാന്നിധ്യമായിട്ട് കുംഭസ്ഥാനത്തിലുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട ജോസഫിന് പ്രത്യേകമായി നമ്മോടൊപ്പം ഈ കരുണയുടെ വർഷം അവസാനിക്കുന്ന ദിവസം ബഹുമാനപ്പെട്ട ജെയ്സ് പുതുക്കുഴിയച്ചൻ നമ്മുടെ ഫോണിലെ മാനന്തവാടിക്കാരനാണ്. നമ്മുടെ ഇവിടെയുള്ള ഷോൺ എന്നിവയുടെ അച്ഛനാണ്. ഇന്നലെയാണ് രാത്രിയിലാണ് എത്തിയതെങ്കിലും ഇന്ന് നമ്മളൊപ്പം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് കാണിച്ച സ്നേഹത്തിൽ എല്ലാവരുടെ പേരിൽ വിശദമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ഇന്നലെ നമ്മൾ ധ്യാനത്തിന് ഉച്ചഭക്ഷണവും അതുപോലെ തന്നെ വൈകിട്ട് കോഫി ബ്രേക്കും നമ്മൾ ആരോടും ചോദിക്കാതെ തന്നെ വളരെ സന്മനസ്സോടെ സ്പോൺസർ ചെയ്ത ഉച്ചഭക്ഷണം ലഞ്ച് സ്പോൺസർ ചെയ്ത ബോബി ജോൺസൺ, അതുപോലെ തന്നെ കോഫി ബ്രേക്കിന് കോഫി സ്പോൺസർ ചെയ്ത SB&E എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
ഈ വർഷത്തെ ക്രിസ്മസ് എക്യുമെനിക്കൽ കരോൾ ഡിസംബർ 3-ാം തീയതി വൈകിട്ട് 5 മണിക്ക് MCM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നവരെ അറിയിക്കുന്നു. ഇന്ന് കുർബാനയുടെ പ്രതിഷ്ഠം കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പങ്കുചേരുവാനായിട്ട് ധാരാളം പേര് നമ്മുടെ ഇടവകയിൽ എല്ലാ പള്ളികളിൽ നിന്നുള്ളവരുണ്ട്. നമ്മുടെ ഇടവകയിൽ നിന്നും ക്രിസ്മസ് കരോൾ ഗാനമുണ്ട്. അതിനകത്ത് പങ്കുചേരാൻ താല്പര്യമുള്ള എല്ലാവരും ഇന്ന് കുർബാനയുടെ പ്രതിഷ്ഠം കഴിയുമ്പോൾ ജൂബിലി ഹാളിൽ കൂടണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത സാറ്റർഡേ വൈകുന്നേരം എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. അന്ന് രാവിലെ മോർണിംഗ് മാസ് ഉണ്ടായിരിക്കുന്നതല്ല, ഉച്ച കഴിഞ്ഞുള്ള ഒരു കുർബാന. അടുത്ത സൺഡേ CCD ക്ലാസ് ഇല്ല. രാവിലെ 8:30 അഭിമന്യ മാധ്യക്ഷൻ അങ്ങാടി പിതാവ് ഒരു കുർബാന മാത്രമേ അടുത്ത സൺഡേയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മുടെ ക്രിസ്മസ് കരോൾ ഡിസംബർ 3-ാം തീയതി ആരംഭിക്കുന്നതാണ്. എല്ലാ വാർഡുകളിലും ഈ വർഷം ഞാൻ വരുന്നുണ്ട്. ചില വാർഡുകൾ 2-3 ദിവസമുള്ളത് ഒരു ദിവസം മാത്രമേ എത്തുകയുള്ളൂ. എങ്കിലും എല്ലാ വാർഡുകളിലും വരുന്നതായിരുന്നു. അതുകൊണ്ട് ക്രിസ്മസ് കരോളിന് ഓരോ വാർഡിൻ്റെയും പാരിഷ് പുസ്തകങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരിക്കണം. എല്ലാ വീടുകളിലും നമ്മുടെ ക്രിസ്മസ് കരോള് വെൽക്കം ചെയ്യാനായിട്ട് തയ്യാറാവണം. ആ സമയത്ത് തന്നെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് അറിയിക്കുന്ന ആ സമയം അനുസരിച്ച് നിങ്ങൾ ഉള്ളവരെ ക്രമീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദിവസവും ഒക്കെ സമയമൊക്കെ പാരിഷ് കൗൺസിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ എല്ലാവരും നടത്തുക. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ തീരുമാനമുണ്ടാവണം. ഡിസംബർ മാസത്തെ ഡിസംബർ 1st ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നീടുള്ള ഫ്രൈഡേകളിൽ രാവിലെ 8:30 കുർബാന. വൈകുന്നേരം കുർബാനയും ആരാധന ഉണ്ടായിരിക്കില്ല. ഡിസംബറിലെ ആദ്യത്തെ 1st ഫ്രൈഡേ കഴിഞ്ഞാൽ രാവിലെ 8:30 ക്രിസ്മസ് കരോളിന് പോകുവാനുള്ള സൗകര്യമാണ്. ഇന്ന് കുർബാനയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം സാന്ത്വനം പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. പ്ലാനിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സും അതിനകത്ത് പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടൽ കൊയറിലേക്ക് പലരും പാടുവാൻ ഒത്തിരി പേര് നമ്മുടെ കവിതയിൽ നല്ല പാടുന്നവരുണ്ട്. എല്ലാവർക്കും അവസരമുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവരെല്ലാവരും ഡിസംബർ 4-ാം തീയതി സൺഡേക്ക് മുമ്പായിട്ട് വിൻസെന്റ് വലിയ വീട്ടിൻ്റെയോ മിസ്റ്റർ സിബി തലക്കുളം സുബി അലക്സിൻ്റെയോ പേര് കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടൽ കൊയറിൽ നിലവിലുള്ള പേര് കൊടുക്കില്ല. ഇല്ലാത്തവർ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ മാറുന്നതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പാടാൻ എല്ലാ കോഴ്സുമുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരും ഡിസംബർ 4-ന് മുമ്പായിട്ട് പേര് നൽകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഇന്ന് വാർഡ് ക്രിയർ മീറ്റിംഗ് സൗത്ത് കാർഡിനൽ വാർഡിൽ വൈകിട്ടാണ് 30-ന് മിസ്റ്റർ ജോർജ് വർക്കിയാൻഡോസിനെ വീട്ടിൽ വെച്ച് നടത്തുന്നതാണ്. യൂത്തിൻ്റെ അനൗൺസ്മെന്റ്. Hi everyone, we have a couple youth announcements. First off, this Friday will be our youth potluck. It will begin at 11 o'clock with a prayer meeting followed by our potluck. So if you're a youth, please come out Friday at 11 o'clock. I'm Melissa. I'm Annette. Wait, Annette, what's today's date? It's November 20th, Melissa. Do you know what that means? What does that mean, Melissa? Everyone has 4 weeks left to sign up for Mr. and Mrs. St. Thomas Couples Competition. What's Mr. and Mrs. St. Thomas Couples Competition, Melissa? Don't you remember last year the best dress competition? Yeah. It's the same thing. It's where all the married couples of St. Thomas come together in a fashion show or a youth fundraiser. How much is it, Melissa, to participate? It's $25 per couple, And to judge? $10 per person. What are some of the requirements to participate? If you're participating in the competition, you have to send us a 30-second to 1-minute clip, a song of your choice. It could be Hindi, Malayalam, English, any language you want. If you have any more questions, registration deadline will be December 11th. To participate is $25 per couple, and to judge, anybody can judge, the located youth, anybody, it's $10. Again, the registration deadline is the December 11th, and Melissa and I will be at the back with registration and more information for you guys. So sign up. Thank you. Thank you, Anit Jimmy and Malaysia Abraham. I welcome Mons. Reverend Fathers and my fellow parishioners. It's a beautiful day to begin a week marked by 3 words: God's mercy, grace, and gratitude. And as you all know, we are going to end this week with a celebration of the gratitude of our the Silver Jubilee celebration of our Prince. And like Father Benjamin said a few weeks ago here, we all receive our strength from this church, from the Eucharisty. And he is our Achan. He has been appointed by Jesus, God, as our head of our spiritual community. So it is just fitting, and it's our responsibility to join in the celebratory mass and the events afterwards. So, എല്ലാവരും വരണം. ഈ ശനിയാഴ്ച 3:45 നമ്മൾ 3:30 പരിപാടി. എല്ലാവരും ഒരു വശം വയ്ക്കണം. നമ്മൾ 3:45 തുടങ്ങുന്നത്. And also, I would like to take this opportunity to express my gratitude to all of you for your generous contribution towards the event. And if you have missed and you would like to contribute more, you still have time, so you may contribute this week or in the coming weeks. Thank you.
സുവർണപരീക്ഷണ സമയത്ത് എല്ലാവരും കൃത്യമായി നടത്തി കൃത്യമായി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം കഴിയുക. എല്ലാവരും ഭക്തിയോടും വിശ്വാസത്തോടും ഈ അതിവിശുദ്ധമായ പരീക്ഷണത്തിൽ